ഹായ് മക്കളെ, നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു +1 പബ്ലിക് എക്സാമിന് അത് ഗംഭീരമായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി നമ്മുടെ മോഡൽ എക്സാമിന് പബ്ലിക് എക്സാമിന് അധികം സമയമില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാ 2 ആഴ്ച കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മോഡൽ എക്സാം വരികയും എപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ റിവിഷൻ നടത്തുന്നവരെല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. +1 കെമിസ്ട്രിയിലെയും ഫിസിക്സിലെയും മാത്സിലെയും ഓരോ സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ്. എന്താണ് ഈ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമിന് നമ്മുടെ ഈ പബ്ലിക് എക്സാമിനും ഈ മോഡൽ എക്സാമിനും ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനാണ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഇത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക, എക്സ്പെക്ടഡ് ആയിട്ട് ഇത്ര മാർക്കിനാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 മാർക്കല്ല കിട്ടുക, 78 മാർക്കാണ് കിട്ടുക. അതായത് അഡീഷണൽ ആയിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ഓപ്ഷൻസ് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും, എല്ലാം കൂടെ ചേർത്തുമ്പോൾ 78 ആണ്. അതിൽ നമ്മൾ 60 മാർക്ക് ഉണ്ടാക്കിയെടുക്കണം. റെഡി? അപ്പോൾ ഇവിടെയുള്ള ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നും ഏതാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നും വീണ്ടും റിവൈസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളതും അധിക സമയം ചെലവഴിക്കേണ്ട ചാപ്റ്ററും അധികം സമയം ചെലവഴിക്കേണ്ടാത്തതായിട്ടുള്ള ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ വീഡിയോ ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. കൃത്യമായി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് പോകാൻ നിൽക്കരുത്. ഈ ചാപ്റ്റേഴ്സ് നമുക്ക് അറിയാം 9 ചാപ്റ്റേഴ്സേ ഉള്ളൂ. നേരത്തെ 14 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ 9 ചാപ്റ്ററേ ഉള്ളൂ. നേരത്തെ 14 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നതാണ്, 60 മാർക്കും ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ 60 മാർക്ക് അതുപോലെ തന്നെ ഉണ്ട്, പക്ഷെ 9 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അതിനർത്ഥം ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ എണ്ണവും മാർക്കിന്റെ എണ്ണവും വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ മാർക്ക് നേടാൻ സാധിക്കുമെന്ന് പോസിറ്റീവായിട്ട് തന്നെ കാണുക എല്ലാത്തിനെയും. ഈ ചാപ്റ്ററുകളിൽ ഏറ്റവും വെയിറ്റേജ് കൂടുതൽ ഒന്നും മറ്റൊന്നുമല്ല സ്ട്രക്ചർ ഓഫ് ആറ്റമാണ്. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഏറ്റവും വലിയ ചാപ്റ്ററും ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസും തിയറംസും ലോസും ഒക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ് ഏത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. 11 മാർക്കാണ്. അതിന് തൊട്ട് താഴെ 1 മാർക്ക് കുറവുള്ള 10 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് കെമിക്കൽ ബോണ്ടിങ് ആണ്. തൊട്ട് താഴെ തന്നെ ആരുണ്ട്? കെമിക്കൽ ബോണ്ടിങ്. 1 മാർക്ക് കുറവായിരുന്നത്, പക്ഷെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കണേ നിങ്ങൾ. ഇക്വിലിബ്രിയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10 മാർക്കിനാ ചോദ്യങ്ങൾ അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ അതേപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജനറൽ ഓർഗാനിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നോക്കണേ. ഈ പറഞ്ഞിരിക്കുന്ന 1, 2, 3, 4 ചാപ്റ്ററുകൾ മാത്രം പഠിച്ചാൽ നമുക്ക് 41 മാർക്കാണ് കിട്ടുക. 41 മാർക്ക്. 60 മാർക്കിൽ 41 മാർക്കാണ്. അതിന് തൊട്ട് താഴെ വരുന്ന ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, തെർമോഡൈനാമിക്സ് ഉണ്ട്. ഹൈഡ്രോ കാർബൺസിനും തെർമോഡൈനാമിക്സിനും 9 മാർക്ക് വീതവും. അതിനോടൊപ്പം തന്നെ 3ാമത്തെ ചാപ്റ്റർ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. 3ാമത്തെ ചാപ്റ്റർ ഏറ്റവും കുഞ്ഞു ചാപ്റ്ററും വളരെ ഒരുപാട് പരിപാടികളൊന്നും ഇല്ലാത്ത വളരെ ഈസിയായിട്ട് ഒരു തവണ മാത്രം വായിച്ച് വിട്ടുപോടേണ്ട ഒരു ചാപ്റ്ററാണ്. 8 മാർക്കിനാണ് അതിന് ചോദ്യങ്ങൾ വരുന്നത്. 8 മാർക്കിന്. ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നിന്ന് 6 മാർക്കിനാണ് ചോദ്യം. ഏറ്റവും വെയിറ്റേജ് കുറവ് റിഡോക്സ് റിയാക്ഷൻ ആണ്. അവിടെ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷനും പിന്നെ റിഡോക്സ് റിയാക്ഷൻസ് ഏതൊക്കെ ടൈപ്പ് ആണെന്നുള്ളത്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനുള്ളത്, സ്റ്റോക്ക് നൊട്ടേഷൻ, ഇതൊക്കെയാണ് വരുന്നത്. 5 മാർക്കും വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, +1 കെമിസ്ട്രിയിൽ ഫുൾ മാർക്കും വളരെ ഈസിയായി നിങ്ങൾക്ക് നേടാം. ഈ ചാൻസ് നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. അത് പിന്നീട് ഇരുന്നിട്ട് നേരത്തെ നന്നായി പഠിക്കാമായിരുന്നു ചിന്തിക്കാം, അങ്ങനെ ഒരു ചിന്ത ഒന്നും പിന്നീട് വരാൻ പാടില്ല. ഈ സമയങ്ങളിൽ നിന്ന് പഠിക്കുക. ഉറപ്പാണ് +1 കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ സാധിക്കും. NCERT ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ അതും ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ടോപ്പർ സീരീസും മറ്റും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ ഈ യൂട്യൂബിനകത്ത് ക്രാക്ക് NCERT എന്ന് പറയുന്ന സീരീസും കൂടെ പോകുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കാണുക. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്കും നേടാൻ സാധിക്കും. സരിത്തിനോടൊപ്പം ഉണ്ടായിരിക്കും എല്ലാവരും. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.